ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. കോഫി ഇടാന്ന് വെച്ചാൽ അവിടെ വെച്ചാൽ കാണത്തില്ല. നോക്കാം വരുവാ. എത്ര ആയിട്ട് വൈകുന്നേരത്തെ ചായ ഇട്ടില്ല. നമ്മൾ പോയതുകൊണ്ട് പോയിട്ട് വന്നിട്ട് ചായ ഇടാന്ന് വെച്ച് വന്നത്. അപ്പം ചായ ഇട്ടു. ഈവനിങ് വ്ളോഗിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് വെക്കാനുണ്ട്. ഒരുപാട് ഞാൻ പറഞ്ഞില്ലല്ലോ, പകൽ മുഴുവൻ ഞാൻ ഭയങ്കര തിരക്കാണ്. അപ്പം വൈകിട്ട് ചോറില്ലെങ്കിൽ ഒരു വേറെ ഉണ്ടാക്കുന്നില്ല. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഈ പുള്ളിയെ വീഡിയോയിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. ഞങ്ങൾ ഇങ്ങനെയാണ് അടുക്കള. അയ്യോ, ഇതിലെന്തിട്ടാലും കുഴപ്പമില്ല. എൻ്റെ കൂടെ നല്ല ഫ്രണ്ട്സ് മാത്രമേ. പിന്നെ ഒരു കാര്യം, ഞങ്ങളപ്പം വൈകിട്ട് വേറെന്തെങ്കിലും ചെയ്യണം. കുഞ്ഞ് ഉറങ്ങിപ്പോയി, അത് പറയാൻ മറന്നു. കുഞ്ഞ് TV കണ്ടു കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ കാറിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അത് ആള് വന്നിട്ടില്ല. ഇതൊക്കെ എന്നപ്പോൾ എടുത്ത് സാധനമെല്ലാം കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മൾ ബിഗ് ബസാറിൽ പോയപ്പോൾ ഞാൻ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം 2 സാധനത്തിന് കയറിയതാണ്. അപ്പോൾ സൺഡേ ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കാൻ വെച്ച് ബിരിയാണി റൈസ് എടുക്കാനാണ് സത്യത്തിൽ പോയത്. പക്ഷെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതാ അവസ്ഥ. കോഴിയെ കൂട്ടിൽ കയറ്റുന്ന സീനാണ് ഇത്. നമ്മുടെ കരിങ്കോഴി ഇതിനെ ഇതുവരെ എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടില്ല. ഇവർ 4 പേരാണ്. അപ്പോൾ അവരെ കൂട്ടിൽ കയറ്റുന്ന ഞങ്ങൾ തിരക്കാവുന്നതുകൊണ്ട് ഇന്ന് കൂട്ടിൽ നിന്നും കയറ്റാൻ പറ്റില്ല. ഇവനെ അവിടുത്തെ പിന്നെ എൻ്റെ വീഡിയോയിലെല്ലാം ശല്യം ചെയ്യുന്നവൻ. ഇവനെ എൻ്റെ കാറിൻ്റെ മുകളിലോട്ടൊക്കെ ചാടുന്ന. കൂട്ടിൽ പോ. ഇന്നൊന്ന് കയറ്റാൻ വരുമോ? വെട്ടമില്ല. രാജേശ്വരി ഗോ, രാജേശ്വരി ഗോ, വേഗം പോ. ബാബാ. അപ്പം ഞാൻ പോയേ. ഇത് രാത്രിയിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ ഈ ലൈറ്റ്, വാം ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ സംസാരിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കാറുണ്ട്. ഇപ്പോൾ ഞാനപ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ട് വിട്ടിട്ട് വരാമേ. കൂടെ അങ്ങ് പുറകിൽ അങ്ങോട്ടൊക്കെ പകലൊരു ദിവസം കാണിക്കാം. ഈ കോഴിയെ വിശ്വസിക്കാൻ പറ്റില്ല, ചാടി കൊത്തും. വെട്ടമില്ല. ഞാൻ ഒരു ദിവസം കാണിക്കാം. അപ്പം നമ്മളത് കുടിച്ചും വരാം ഗൈസ്. ഞങ്ങളപ്പം ചായ കുടിക്കുക. മിച്ചറ്, അരൂട്ട്, കട്ടൻ ചായ. കുഞ്ഞുറങ്ങിപ്പോയി. വിഷമമായിട്ട് ഞങ്ങൾ ഏതാണ്ടൊക്കെ വന്നു. ഒത്തിരി പരിപാടികളൊക്കെ പറഞ്ഞായിരുന്നു. വൈകിട്ട് ചെയ്യാം. കഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് സുഖമായിരിക്കും. അതുകൊണ്ട് രാവിലെ കേട്ടാൽ മതി. എന്താ വേണം. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് വരാം ഗായ്സ്. ഞങ്ങൾ വൈകിട്ട് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചു.
ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഗായ്സ്. ടീ കണ്ടോണ്ടിരിക്കുകയാണ്. എന്താ സിനിമ? എന്താ എന്താ സിനിമ? എന്താ നടരാജൻ നരസിംഹവും. ഞങ്ങളത് കണ്ടിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്നാണ്. ഞങ്ങൾ ഇന്നും പുറത്തുനിന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ വന്നു വെച്ചത്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം. കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു. ഞാൻ വേട്ടയും കഴിക്കുന്ന സീനാണ്. കുഞ്ഞപ്പൂ നേരത്തെ ഉറങ്ങിയത് കൊണ്ട് എഴുന്നേപ്പിച്ച് കൊടുക്കാൻ ദിവസം കുറച്ച് കഴിയുമ്പോൾ എന്തായാലും എഴുന്നേക്കും. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. നന്നായി. ഗൈസ്, മോൾക്ക് രാത്രിയിൽ വയറുവേദന പറയുന്നു. പാരസെറ്റാമോൾ ഒന്നും കൊടുക്കണ്ടെന്ന് വെച്ച് വേറെ വയറുവേദനയ്ക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് മരുന്നില്ല. ഇപ്പോൾ ഇതാകുമ്പോൾ നാച്ചുറൽ അല്ലേ, വേറെ കുഴപ്പങ്ങളും ഇല്ല. വെളുത്തുള്ളി അല്ലേ നമ്മൾ ഗ്യാസിൽ വെച്ചൊന്ന് ചുട്ട് കൊടുത്താൽ ഇത് പണ്ട് തൊട്ട് അറിയാമല്ലോ. വെളുത്തുള്ളി വയറുവേദനയ്ക്കും ഗ്യാസിന് സംബന്ധമായ വേറെ എന്ത് അസുഖത്തിനും നല്ലതാണ്. അപ്പോൾ 2 എണ്ണം ചുടാന്ന് വെച്ചിട്ടാണ്. ഇത് ചുടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇത് മറ്റേ നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ, പപ്പടം കുത്തി ഇല്ലേ, ഇങ്ങനെ കുത്തുക. ഓ മൈ ഗോഡ്, കയ്യിലൊന്നും കയറില്ല. ഇതൊന്ന് സെറ്റ് ചെയ്ത് തരുമോ? എവിടെയാ ഗ്രിൽഡ് ചിക്കൻ സെറ്റ് ചെയ്യാൻ പോലെ? ഓ മൈ ഗോഡ്, കയ്യിലൊന്നും കയറല്ലേ. ഇങ്ങനെ സെറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഗ്യാസ് ഓണാക്കുക. ഓ മൈ ഗോഡ്, ഇതെന്താ അമ്പൂനും ഞാനും ചുമ്മാ ഏതായാലും ചെയ്യല്ലോ. അപ്പോൾ എനിക്കൂടെ നല്ലോണം അകത്തേക്കാൻ പറ്റും. അത് മാത്രമല്ല, വീഡിയോ കാണിക്കുമ്പോഴേ കുറച്ച് ഏറെ എണ്ണം വെച്ചാലേ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലാതെ ഒരെണ്ണം മതി ഒരാൾക്കല്ലേ, അത്ര എന്തോ മതി. വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഇരിക്കട്ടെ എന്ന് എൻ്റെ ആളുകൾക്ക് ഇതൊരു ഉപകാരം ആയിക്കോട്ടെ മതി. ഇതിങ്ങനെ ചുട്ട് പൊളിച്ച് കഴിച്ചാൽ മാത്രം. ഗായ്സ്, നമ്മുടെ ഈവനിങ് വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.